തെരഞ്ഞെടുപ്പ് ഫലം മോദിക്ക് മുന്നിൽ എന്താകും എന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തതായി ചർച്ച ചെയ്യുന്നത്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, രണ്ട് സാധ്യതകളുമുണ്ട്. ഇവിടെ ഇതെങ്ങാനും ജയിച്ച് കയറുകയാണെങ്കിൽ പിന്നെ ഒരു വലിയ മാറ്റമായിരിക്കും മോദിയെ സംബന്ധിച്ചുണ്ടാകാൻ പോകുന്നത്. മറിച്ചാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചില കാര്യങ്ങളെ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. പാർട്ടിക്കകത്ത് ഈ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ. നേരെ തിരിച്ചുള്ള സാധ്യതയെ കൂടുതൽ ആശങ്കയോടെ നിങ്ങൾ കാണണം. അല്ല, യു പിയിൽ എന്തായാലും BJP അധികാരത്തിൽ വരാൻ പോകുന്നില്ല. കണക്കുകൾ വളരെ വ്യക്തമാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും BJP അധികാരത്തിൽ വരാൻ വേണ്ടി അവർ എല്ലാ അടവുകളും പയറ്റിയതാണ്. പക്ഷെ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് ഭൂരിപക്ഷം കിട്ടി. എന്നാൽ അതിനു മുമ്പ് നടന്ന 2009-ലെയും 2014-ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 20-30 സീറ്റ് കിട്ടിയ സംസ്ഥാനമാണ് UP. 20 സീറ്റ് 15 ലോക്സഭയിൽ, അതായത് 2009-ലെ ലോക്സഭയിൽ 20 സീറ്റ് UP നിന്ന് ജയിച്ചു വന്ന കോൺഗ്രസ്. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തുടർച്ചയായി 2 തവണ കോൺഗ്രസ് UP ഭരിച്ചു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ മോഡിയുടെ അതിഭയങ്കരമായ പ്രചരണം, കോർപ്പറേറ്റുകളുടെ അതിഭയങ്കരമായ സ്വാധീനം, പണത്തിൻ്റെ വ്യാപകമായ ഒഴുക്ക്, വർഗീയ ശക്തികളുടെ ഒരു ഏകീകരണം, ഇതൊക്കെ വന്നപ്പോൾ UPയിലെ BJPക്ക് അനുകൂലമായ, അല്ലെങ്കിൽ മോഡി അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും, എല്ലാവർക്കും ജോലി കിട്ടും, വലിയ മോദി കൊടുത്ത ഒരു വലിയ മാജിക്കാണ് കൊടുത്തത് ആളുകൾക്ക്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മോഡിക്ക് UPയിൽ നിന്ന് കുറച്ച് സീറ്റുകൾ കിട്ടിയെന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം ഒരിക്കലും ആ ഒരു വിജയം UPയിൽ ആവർത്തിക്കാൻ മോദിക്കോ BJPക്കോ അവിടെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ BJPയിലെ ആഭ്യന്തര പ്രശ്നം കാണാതിരിക്കാൻ കഴിയില്ല. കാരണം BJPക്ക് ഒരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. എത്രയോ നേതാക്കന്മാർ. BJPക്ക് നേതാക്കളില്ലാത്ത സംസ്ഥാനമാണോ UP? എന്തുകൊണ്ട് അവിടെ ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരാളിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല? കാരണം അവിടുത്തെ മുന്നോക്കക്കാരും അവിടുത്തെ ബ്രാഹ്മിൻസും അതിനെ അനുകൂലിക്കില്ല. അതിനെ പിന്നോക്കക്കാരനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. കാരണം എന്താ? അവിടുത്തെ ഠാക്കൂറും രജപുത്തുകളും BJP അനുകൂലിക്കുന്നവർ ഒരിക്കലും പിന്നോക്കക്കാരനെ മുഖ്യമന്ത്രിയാക്കാൻ അനുവദിക്കില്ല. അപ്പോൾ അവിടെ ബ്രാഹ്മിൻ വന്നാൽ പട്ടികജാതിക്കാരും അല്ലെങ്കിൽ ദളിതരും അവിടുത്തെ പിന്നോക്കക്കാരും അനുകൂലിക്കില്ല. ഈ ഒരു സാഹചര്യത്തിൽ വോട്ടർമാരെ കബളിപ്പിക്കാൻ വേണ്ടി, വിവിധ ജാതി സമുദായങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് നേതാവിനെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നില്ല എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം BJPക്കകത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള പിടിവലി, ജാതി സമുദായത്തിൻ്റെ പിടിവലികൾ UPയിൽ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിൽ മാത്രമല്ല, SP-യിൽ മാത്രമല്ല, BSPയിൽ മാത്രമല്ല, UPയിലെ BJPക്കകത്തും അതിഭയങ്കരമായ ആഭ്യന്തര കലാപം നടക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ. മഹാരാഷ്ട്രയിൽ അവർ ചൂണ്ടിക്കാട്ടിയിട്ടില്ല, ഹരിയാനയിൽ ചൂണ്ടിക്കാട്ടിയിട്ടില്ല, ഡൽഹിയിൽ ചൂണ്ടിക്കാട്ടിയപ്പോൾ അവർക്ക് തിരിച്ചടി ഉണ്ടായി. അങ്ങനെയുമുണ്ട്. ഇല്ല, UPയിൽ അവരെല്ലാ കാലത്തും മുഖ്യമന്ത്രിമാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മത്സരിച്ചത്. രാജ്നാഥ് സിംഗിനോട് ചോദിച്ചാണ് അദ്ദേഹത്തിന് താല്പര്യമില്ല. നേരത്തെ കല്യാൺ സിംഗിനെ ചൂണ്ടിക്കാണിച്ചു, രാജ്നാഥ് സിംഗിനെ ചൂണ്ടിക്കാണിച്ചു, പലപ്പോഴായി അവർ പല നേതാക്കന്മാരെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. UPയെ സംബന്ധിച്ചിടത്തോളം ഒരു നേതാവിനെ ചൂണ്ടിക്കാണിച്ചു. ബീഹാർ അവർ സുശീൽ മോഡിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണല്ലോ അവർ മത്സരിച്ചത്. അപ്പോൾ അതുകൊണ്ട് BJPയുടെ നിലയും UPയിൽ ഭദ്രമല്ല എന്നുള്ളതാണ്. അമിത്ഷായുടെ അതിഭയങ്കരമായ ഒരു മേധാവിത്വവും അതുപോലെ തന്നെ മോദിയുടെ ഒരു ഇതും കൊണ്ട് അവിടെ ഒന്നും പുറത്തു വരുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ BJPയിൽ കാര്യങ്ങൾ ഭംഗിയല്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് അവിടെ സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അഖിലേഷ് യാദവിന് ഒരു വലിയ ജനപിന്തുണയുണ്ട്. പ്രത്യേകിച്ച് യുവാക്കളുടെ, ന്യൂ ജനറേഷനുടെ വലിയ പിന്തുണയുണ്ട്. 5 വർഷക്കാലത്ത് അഖിലേഷ് യാദവിൻ്റെ ഭരണത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് വികസനം UPയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഒരു എഡ്ജ് അഖിലേഷ് യാദവിനാണ്. അഖിലേഷ് യാദവും കോൺഗ്രസും തമ്മിലുള്ള ഒരു ഐക്യം അവിടെ രൂപപ്പെട്ടു വന്നാൽ, അങ്ങയിലേക്ക് വരാം വന്നാൽ തീർച്ചയായും UPയിൽ ആ ഒരു സഖ്യത്തിനാണ് സാധ്യത. മറ്റുള്ളവരിലേക്ക് പോയി. ശരി, ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞോളൂ. അതായത് മോഡിക്കെതിരായിട്ട് പറയാനുള്ളവരെ മാത്രം പിടിച്ചിരുത്തിയാൽ മതിയല്ലോ. എന്തിനാ BJPക്കാരെ പിടിച്ചിരുത്തുന്നത്? മോഡിയെ പുറത്താക്കാനല്ലേ വേണു ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മാത്രം പിടിച്ചിരുത്തുക. ഒരു പ്രാവശ്യം എന്നോട് ചോദിച്ചുള്ളൂ. അത് പിന്നെ ഞാൻ ഇടപെട്ട് ചോദിച്ചപ്പോഴ് വേണു ഉദ്ദേശിക്കുന്നത് പോലെ മോഡിക്കെതിരല്ല എന്നതുകൊണ്ട് വേണു അത് മാറുകയും ചെയ്ത്. വേണു നോക്കിക്കേ, അല്ല പ്രേക്ഷകർ നോക്കട്ടെ. 3 പ്രാവശ്യം ഈ 3 പേരുടെ അടുത്തേക്കും പോയി. അതായത് ഈ 6 സംസ്ഥാനങ്ങളിലാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ശേഷം തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ 5 സ്ഥലത്തും തോറ്റുപോയ പാർട്ടിയുടെ ആളാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്.
ഇനി ഈ ബീഹാറിലെയും ഡൽഹിയുടെയും ഇലക്ഷന് തലേദിവസം മാത്രമല്ല ഞാൻ ചാനലുകളിൽ വന്നിട്ടുള്ളത്, മഹാരാഷ്ട്രയുടെയും അതുപോലെ തന്നെ ഹരിയാനയിലെയും ജാർഖണ്ഡിലെയും അതുപോലെ നമ്മുടെ കാശ്മീരിലെയും അതുപോലെ തന്നെ ആസാമിലെയും തിരഞ്ഞെടുപ്പിൻ്റെ തലേദിവസവും വന്നിരുന്നിട്ടുണ്ട്. പിന്നെ വേറൊന്ന്, എന്തുകൊണ്ട് BJP ഈ മുലയൻ സിംഗ് യാദവിനെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള ചോദ്യം BJP കാരനോടും ചോദിക്കുന്നുണ്ടെന്നാ കുഴപ്പം. അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി അവിടെ അറിയാമല്ലോ. 2014 വരെയും നിരന്തരമായിട്ടുള്ള സംഘർഷങ്ങളായിരുന്നു. അതിൽ ഒരു വിഭാഗത്തിൻ്റെ കൂടെ മുലയൻ സിംഗ് യാദവിൻ്റെ പാർട്ടിയായിരുന്നു. മായാവതിയുടെ താല്പര്യത്തിന് എതിരായിട്ട് ഒരു വിഭാഗം വന്നപ്പോൾ മായാവതിക്കൊന്നും ചെയ്യാൻ വയ്യാതെ വന്നു. അവിടെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് മുലയൻ സിംഗ് യാദവിൻ്റെ പാർട്ടിയാണ്. അതാണ് അതിൻ്റെ വിഷയം. കാരണം ഗ്രൗണ്ടിൽ ഒരു വിഭാഗത്തിനെതിരെ, ഞാൻ മതം എടുത്ത് പറയുന്നില്ല, ഒരു വിഭാഗത്തിൻ്റെ കൂടെ നിൽക്കുന്നത് മുലയൻ സിംഗ് യാദവിൻ്റെ പാർട്ടിയാണ്. പല സ്ഥലങ്ങളിലും ആ ഒരു വിഭാഗം അറ്റാക്ക് ചെയ്യുന്നത് മായാവതിയുടെ താല്പര്യമുള്ളവരെയാണ്. അതുകൊണ്ട് മായാവതിക്ക് ഒരിക്കലും സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മായാവതി ഇപ്പോഴ് പറയുന്നത് ഈ SP-ക്ക് കൊടുക്കരുത് എന്ന് പറയുന്നത്. SP-ക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്നോട് നിങ്ങൾക്ക് താല്പര്യമില്ലെന്നറിയാം, പക്ഷേ SP-ക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്നേക്കാൾ നിങ്ങൾക്ക് വിരോധമുള്ള BJP വരും എന്നാണ് മായാവതി പറയുന്നത്. ആ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കാതെ കാലാകാലങ്ങൾ അങ്ങനെയുള്ള സംഭവം ഉണ്ടാകുമ്പോൾ ഇവിടെ പറയാറുണ്ട്. അതിനുശേഷം ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ടാണ് BJP അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത്. മാത്രമല്ല മായാവതി ഇതുവരെയും ദുർബലമാണ്. ലോക്സഭാ ഇലക്ഷനിലോടുകൂടി ദുർബലമായിട്ട് മാറിയിരിക്കുന്നു. ഇവിടെ ഇരുന്ന് കണക്ക് കൂട്ടുന്ന അവസരത്തിൽ ആ ജാതിയുടെ വോട്ടും ഈ ജാതിയുടെ മതത്തിൻ്റെ വോട്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അവർ ജയിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ലോക്സഭാ ഇലക്ഷൻ ഇതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതുപോലെ RLDയുടെ കാര്യം പറഞ്ഞു. നമുക്കറിയാം RLD എവിടെയാണുള്ളത്? ഹരിത പ്രദേശത്താണ്, പശ്ചിമ UP-യിലാണ്. അവിടെ ആ പ്രദേശത്തേക്ക് കടന്നു കയറിക്കുന്നത് മോഡിയുടെ ഇമേജാണ്. ആ ജാട്ടുകളുടെ ഇടയിൽ നമുക്കറിയാം കഴിഞ്ഞ ഇലക്ഷനുകളിലെല്ലാം തന്നെ ആ പശ്ചിമ UP-യിൽ BJPക്കാണ് സ്വാധീനം വന്നിരിക്കുന്നത്. എന്തിന്? ഈ നമ്മുടെ ലക്നൗവൊക്കെയുള്ള കാൺപൂരുള്ള അവധ് മേഖലയിൽ ഈ നമ്മുടെ യാദവരുടെ ഇടയിൽ BJPക്ക് സ്വാധീനം ഉണ്ടായിരിക്കുന്നു. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ പൂർവാഞ്ചലിലാണല്ലോ കാശി ഇരിക്കുന്നത്. മോഡി ജയിച്ച പ്രദേശം അവിടെയാണ്. അവിടെ ആയിരിക്കാം അസംഗഡ്, പക്ഷേ അവിടെ തന്നെയാണ് അസംഗഡിൻ്റെ ആ ഇഫക്റ്റ് കൊണ്ട് BJPക്ക് വോട്ട് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾ എങ്ങനെ മറികടക്കും? അസംഗഡിൻ്റെ അറിയാമല്ലോ യാഥാർത്ഥ്യം എന്താണെന്ന്. അതിൻ്റെ റിയാക്ഷൻ അത് പൂർവാഞ്ചലിലുണ്ട്. അത് BJPക്ക് അനുകൂലമാണ്. ബുന്ദേൽഖണ്ഡില് അവിടുത്തെ ദാരിദ്ര്യമാണ്. അവിടെ തീർച്ചയായിട്ടും മോണിറ്റൈസേഷൻ ആയിരിക്കും ഗുണം കിട്ടുന്നത്. എല്ലാം BJPക്ക്. അപ്പം അതുകൊണ്ട് ഗ്രൗണ്ട് റിയാലിറ്റി പറയാതെ ഇങ്ങനെ കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നത് പോലെ 6 സ്ഥലത്തിൽ 5 സ്ഥലത്തും തോറ്റിട്ട് ഞങ്ങൾ ജയിച്ചു എന്ന് പറയുന്ന പോലെ അല്ലല്ലോ നമ്മൾ ചർച്ച നടത്തേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇനി മറ്റ് സംസ്ഥാനങ്ങളിലെ എടുത്തു കഴിഞ്ഞാൽ UP മാത്രമല്ലല്ലോ, മറ്റ് സംസ്ഥാനങ്ങളിലെ വിഷയങ്ങളും എടുത്തു കഴിഞ്ഞാലും ഇതുപോലെ അടിസ്ഥാന ഗ്രൗണ്ട് റിയാലിറ്റികൾ ഇവിടെ ഈ ചാനലുകളിലൊക്കെ ചർച്ച ചെയ്ത കാര്യമാണ്. അതെടുത്തു കഴിഞ്ഞാൽ BJPക്ക് അനുകൂലമാകും. അതാണ് ഞാനിവിടെ പറയുവാൻ വേണ്ടി ആഗ്രഹിച്ചത്. അല്ലാതെ ഇവിടെ ഇരുന്നു കൊണ്ട് ഇവിടുത്തെ രീതിയിൽ ഓരോ പാർട്ടിയുടെ രീതിയിലല്ലല്ലോ സംസാരിക്കേണ്ടത്. പിന്നെ ഒപ്പീനിയൻ പോൾ എന്ന് പറയുന്നത് ഒപ്പീനിയൻ പോളാണ്, അത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക. അതിന്റെ പേരിൽ ഇപ്പോഴും അവകാശവാദം ഉന്നയിക്കുക. ശരി, ഒരു കാര്യം കൂടി ശ്രീ ജോർജ്, എന്നിട്ട് എനിക്കൊരു ഇടവേളയിലേക്ക് കൂടി പോകണം. നാം ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്ത വിഷയത്തിലുള്ള താങ്കളുടെ പ്രതികരണം, തിരിച്ചടി വന്നാൽ മോദിയെ സംബന്ധിച്ച് അത് അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു നിലയിലേക്ക് മാറില്ലേ? അല്ല, അത് സാങ്കല്പികമാണ്. അത് നേരെ തിരിച്ചുപോകാമല്ലോ. ജയിച്ചു കഴിഞ്ഞാൽ മോഡിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ശക്തനാവില്ലേ? അങ്ങനെയല്ലേ ചർച്ച ചെയ്യുന്നത്. സാങ്കല്പികമാകുമ്പോൾ എന്തുകൊണ്ട് എല്ലാം മോഡി വിരുദ്ധമാകണമെന്ന് വേണു നിർബന്ധം പിടിക്കുന്നു? സാങ്കല്പികമാകുമ്പോൾ BJPക്കാരന് സാങ്കല്പികമായിട്ട് മോഡി ജയിക്കുമെന്നും മോഡി 2019 ഇലക്ഷനിൽ ശക്തമാകുമെന്നും പറയാനുള്ള അവകാശം BJPക്കാർക്കുണ്ട്, ജനങ്ങൾക്കുണ്ട്. അതായിരിക്കണമല്ലോ ഒരു മാധ്യമം. താങ്കൾ മനസ്സിലാക്കേണ്ടത് മോദി കരുത്തനാകുമോ എന്ന ചോദ്യം ഞാൻ ശ്രീ കൊടിക്കുന്നിനോട് ചോദിച്ചു എന്നതാണ്. ഞാൻ ഇടവേളയിൽ കൂടി പോകാൻ. ഇടവേളയ്ക്ക് ശേഷം അവസാനമായി സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കഴിയുമ്പോൾ കോൺഗ്രസും രാഹുലും കര പിടിക്കുമോ? ഇടവേളയ്ക്ക് ശേഷം.